നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയ കാരണങ്ങൾ സംബന്ധിച്ച അവലോകന റിപ്പോർട്ട് തയ്യാറാക്കാൻ ചേരുന്ന CPM സംസ്ഥാന സമിതി യോഗം ഇന്ന് അവസാനിക്കും. ഏരിയാതലം വരെയുള്ള ചർച്ചകൾക്ക് ശേഷം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ക്രോഡീകരിച്ച റിപ്പോർട്ടിനാണ് ചർച്ചകൾക്ക് ശേഷം സംസ്ഥാന സമിതി അംഗീകാരം നൽകുക. 10 വർഷത്തെ തുടർഭരണം ജനങ്ങളിൽ പാർട്ടിക്കെതിരെ വികാരമുണ്ടാക്കിയെന്ന് റിപ്പോർട്ട് വിലയിരുത്തുന്നു. സമഗ്രമായ തിരുത്തൽ ലക്ഷ്യമിട്ടാണ് CPMന്റെ നേതൃയോഗങ്ങൾ പുരോഗമിക്കുന്നത്. ഏരിയ തലം വരെ, പൊളിറ്റ് ബ്യൂറോ മുതൽ ഏരിയ തലം വരെ തെരഞ്ഞെടുപ്പ് പരാജയത്തിൽ ചർച്ച നടന്നു. അവിടെ ഉണ്ടായ അഭിപ്രായങ്ങൾ ക്രോഡീകരിച്ചാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് റിപ്പോർട്ട് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ടാണ് സംസ്ഥാന സമിതി ഭേദഗതികളോടി അംഗീകരിക്കുക. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായെന്ന് നേരിട്ട് CPM ഈ റിപ്പോർട്ടിലും പറയുന്നില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അതിനു പകരം 10 വർഷം തുടർച്ചയായി ഭരിച്ച ഒരു സർക്കാരുണ്ട്. ആ സർക്കാരിനെതിരെ സ്വാഭാവികമായ വികാരം ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു. അത് ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് 10 വർഷം ഭരിച്ചില്ല, ഇനി മാറി നിൽക്കുന്നതാണ് നല്ലതെന്ന ചിന്ത പാർട്ടി അണികൾ പോലും ഉണ്ടായി എന്ന ഒരു വിലയിരുത്തൽ CPMന്റെ റിപ്പോർട്ടിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇത്തരമൊരു വലിയ പരാജയത്തിലേക്ക് മുന്നണി പോയത്. ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചു എന്ന് CPM വിലയിരുത്തുന്നില്ല. പകരം 2016-ലും 2021-ലും ന്യൂനപക്ഷ വോട്ടുകൾ സാധാരണ ലഭിക്കുന്നതിലധികമായി ഇടതുമുന്നണിക്ക് CPMന് ലഭിച്ചു. ആ വോട്ടുകൾ ഇത്തവണ ലഭിച്ചില്ല. 2016-ലും 2020-ലും വലിയൊരു വിജയം ഇടതുമുന്നണിക്ക് മലബാറിലടക്കം ഉണ്ടായത്, വലിയ മുന്നേറ്റം ഉണ്ടായത് ന്യൂനപക്ഷ വോട്ടുകൾ, ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ വലിയ രീതിയിൽ മുന്നണിയിലേക്ക് വന്നതുകൊണ്ടാണ്. അത് ഇത്തവണ ഉണ്ടായില്ല. അതാണ് പരാജയത്തിൻ്റെ ആക്കം കൂട്ടിയതെന്ന് CPM വിലയിരുത്തുന്നു. BJPയുടെ വളർച്ച ഗൗരവത്തോടെ കാണണമെന്ന് സെക്രട്ടേറിയറ്റ് മുന്നറിയിപ്പ് നൽകുന്നു. 3 സീറ്റുകളിൽ BJP ജയിച്ചത് മാത്രമല്ല, 6 രണ്ടാമതും BJPയാണ് വന്നത്. അതൊക്കെ ഗൗരവത്തോടെ കാണേണ്ട കാര്യമാണെന്ന് CPM വിലയിരുത്തുന്നു. വെള്ളാപ്പള്ളിയുടെ ഇടപെടലുകൾ വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാതെ തിരിച്ചടിയായെന്ന അഭിപ്രായം CPMൽ ശക്തമാണ്. റിപ്പോർട്ടിലും അത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയാത്തത് ന്യൂനപക്ഷങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയെന്ന് CPM സമ്മതിക്കുന്നുണ്ട്. അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം പ്രതീക്ഷയേക്കാൾ തിരിച്ചടി ഉണ്ടാക്കി. അവിടെ യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശം വായിച്ചതുമൊക്കെ തിരിച്ചടി ഉണ്ടാക്കി എന്നാണ് CPM വിലയിരുത്തുന്നത്. ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിച്ചുകൊണ്ടുള്ള അന്തിമ റിപ്പോർട്ടാകും CPM തയ്യാറാക്കുക. പ്രായോഗിക തിരുത്തൽ നടപടികൾ വേണം, അതെല്ലാ തലങ്ങളിലും വേണം. സംസ്ഥാന സെക്രട്ടറി മാറണമെന്ന അഭിപ്രായമുണ്ട്. എന്നാൽ അതിലേക്ക് CPM കടക്കില്ല. പിണറായി വിജയനെ പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മാറ്റണമെന്ന ആവശ്യമുണ്ട്. അത് CPM തയ്യാറാകില്ല. പകരം സംസ്ഥാന സെക്രട്ടറിയെ പുനഃസംഘടിപ്പിക്കണമെന്നതടക്കമുള്ള അഭിപ്രായങ്ങൾ ഏത് തരത്തിൽ CPM ഉൾക്കൊള്ളുമെന്നാണ് ഇനി അറിയേണ്ടത്. പാർട്ടി പ്രവർത്തകർ നേതാക്കളുടെ പെരുമാറ്റത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകണം, അവിടെ തിരുത്തൽ വേണമെന്ന ആവശ്യവും ശക്തമാണ്. ഇതൊക്കെ ചർച്ച ചെയ്യാൻ ഒരു പാർട്ടി പ്ലീനം, സംസ്ഥാന പ്ലീനം വിളിച്ചു ചേർക്കാനും CPM ആലോചിക്കുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.